നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോള് സുഖായിരിക്കുന്നു. അവളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ടാ അശോകേട്ടൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തു പറ്റി ഇന്ദു? മോള് അവളുടെ കെട്ടിയോന്റെ നാട്ടില് ചെറിയൊരു വീടും പുരയിടും വാങ്ങുന്നുണ്ട്. ഞാൻ കൊടുത്ത ഉരുപ്പൊടിയൊക്കെ സ്വരുക്കൂട്ടി വെച്ചാ വാങ്ങുന്നത്. അത് കുഴപ്പമില്ല, വീടും പുരയിടും അല്ലേ, എന്നായാലും അതൊരു മുതല് തന്നെയല്ലേ. എന്നിട്ടും തികയത്തില്ല. അങ്ങനെ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന പൊട്ടും പൊടിയും കൈവായ്പ എല്ലാം കൂടെ കൂട്ടി 1 ലക്ഷം രൂപ ഒപ്പിച്ചെടുത്തു. അതൊന്നും മോളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കണമായിരുന്നു അശോകേട്ടാ. ഇനിയിപ്പോ ഇതിടണമെങ്കിലേ ഞാൻ നാളത്തെ തൊഴിലുറപ്പ് കളഞ്ഞ് ബാങ്കിൽ പോണം. അവിടെ ചെന്നാലും ഇത് എഴുതാനും പൂരിപ്പിക്കാനൊന്നും എനിക്കറിയില്ല. അശോകേട്ടൻ ഇതൊന്ന് മോളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കാവോ? നമ്പറെല്ലാം ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ, ഞാൻ നാളെ സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇട്ടാ മതിയെങ്കിൽ ഞാൻ ഇട്ടേക്കാം. മതി, നാളെ ഇട്ടാ മതി. ആ, നാളെ തന്നെ ഇട്ടേക്കാം. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, സമയം ഇപ്പൊ തന്നെ വൈകി. പോട്ടെ ചന്ദ്രികെ. ശരി, പോട്ടെ മോനെ. പാവം പെണ്ണ് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുക. ഒരു ലക്ഷമെങ്കിൽ 1 ലക്ഷം ഇതെങ്കിലും എടുത്തുകൊണ്ടെന്ന് അമലിന് കൊടുക്കണം. തൽക്കാലത്തേക്ക് അവനെ പറഞ്ഞു നിർത്താൻ പറ്റും. എങ്ങനെയെങ്കിലും ഈ 1 ലക്ഷം രൂപ എടുത്തേ പറ്റൂ. എത്ര ശ്രമിച്ചിട്ടും മറക്കാൻ പറ്റുന്നില്ലല്ലോ. അത് തന്നെ മനസ്സിലേക്ക് ഓടി വരുവാണല്ലോ. എന്ത് ചെയ്യും? എനിക്കെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതേ ചിന്ത തന്നെ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരത്തില്ല. ഒരുപക്ഷെ ശിവാനിക്ക് ഇങ്ങനൊരു തോന്നൽ കാണുമായിരിക്കും. കാണാതിരിക്കാൻ വഴിയില്ലല്ലോ. ഇതെന്റെ ലവറാ. ഒരു പെണ്ണ് ഒരു ഇഷ്ടമില്ലാതെ ഒരാളെ എൻ്റെ ലവറാണെന്ന് മറ്റൊരാളോടും പറയില്ല, ഉമ്മ വെക്കയില്ല, അതുറപ്പ്. അതുകൊണ്ട് ഇതുവരെ തോന്നാത്ത എന്തോ ഒരു അടുപ്പ് ശിവാനിയോട് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ അതേ അടുപ്പം ശിവാനിക്ക് എന്നോടുണ്ടായാലോ? കാണൂ.
ശിവാനി എന്ന് പറഞ്ഞ അത്യാവശ്യം കുരുത്തക്കേടൊക്കെ ഉള്ളൊരു പെണ്ണാണ്. അല്ല, അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പിന്നെ പെമ്പിള്ളേരെ എന്തിനു കൊള്ളാം. അല്ലെങ്കിൽ എനിക്ക് ഈ തുളസി കതിരും മുടി തിരികെ ഭസ്മക്കുറിയിട്ട് നടക്കുന്ന പെമ്പിള്ളേരെ കുറിച്ച് വലിയ താല്പര്യമൊന്നുമില്ല. ശിവാനിയാൾ ഓക്കെയാണ്. അല്ല, അങ്ങനൊരു താല്പര്യം ശിവാനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഡയറക്റ്റ് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? അതെന്താ പറയാത്തത്? അതങ്ങനെ എത്ര ബോൾഡാണെന്ന് പറഞ്ഞാലും ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് മടിയാണെന്നേ. അതിന് ആമ്പിള്ളേർ തന്നെ വേണം. എങ്കിൽ പിന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്ത് നോക്കിയാലോ? കുഴപ്പമാവൂ? ഒരു മെസ്സേജ് അയച്ച് നോക്കാം. പക്ഷെ എന്ത് അയക്കേണ്ടത്? വെറുതെ ഹായ് ഹൂയി എന്നൊക്കെ അയച്ച് മെനക്കെടാൻ വയ്യ. ഡയറക്റ്റ് ആയിട്ട് പ്രപ്പോസൽ ചെയ്താലോ? ഐ ലവ് യു. ചളി ചളി ചളി, എന്തൊരു വൃത്തിയാണത്. അത് വേണ്ട, വേറൊരു ഐറ്റം പിടിക്കാം. ശിവാനി എനിക്കൊരു കിസ് തന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നത് ഞാൻ തിരിച്ചു തന്നോട്ടെ എന്നൊരു മെസ്സേജ് അയച്ചാലോ? യെസ്, അത് ക്ലാസ് പരിപാടി. മെസ്സേജ് ഇട്ടാൽ ഒരു കുഴപ്പമുണ്ട്. മുൻപിൻ നോക്കാതെ ചിലപ്പോൾ ഒരു ബിഗ് നോ റിപ്ലൈ ഇട്ട് കളയും. അത് വേണ്ട. പിന്നെ എന്ത് ചെയ്യും? ഒരു യൂട്ടൺ എടുക്കാം. സംഗതി പഴയതാണെങ്കിലും അത് തന്നെയാണ് നല്ലത്. എനിക്ക് തന്നത് ഞാൻ തിരിച്ചു തന്നോട്ടെ എന്ന് ഒരു വെള്ളക്കടലാസിൽ എഴുതി നേരിട്ട് കണ്ട് കയ്യിലോട്ട് അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ പിന്നെ നോ എന്ന് പറയാനുള്ള ഗ്യാപ്പ് കിട്ടത്തില്ല. യെസ്, ഗുഡ് ഐഡിയ. ഈശ്വരാ.